സൗദി അറേബ്യ തന്റെ രണ്ടാമത്തെ വീടാണെന്നും പ്രിയപ്പെട്ടവരോട് യാത്ര പറയുന്നതിൽ പ്രയാസമുണ്ടെന്നും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഔദ്യോഗിക സേവന കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന കോൺസൽ ജനറൽ 24നോടാണ് മനസ്സ് തുറന്നത്. 2021 ജാർഖണ്ഡ് സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ആലം ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുൽ ജനറലായി ചുമതലയേൽക്കുന്നത്. കോവിഡും വന്ദേ ഭാരത് മിഷനും ഓപ്പറേഷൻ കാവേരിയും ഹജ്ജും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ വിജയകരമായി ഈ 3 വർഷത്തിനിടെ നേരിട്ടു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും മേഖലയിലെ ഇന്ത്യക്കാരുടെ സഹകരണവുമാണ് ഇതിന് കാരണമെന്ന് ഷാഹിദ് ആലം പറഞ്ഞു. So both at the bilateral front as well as the welfare of the Indian community, it's an immense experience. I'm sure, it's a long career ahead, but I'll miss Jeddah. That I'll say definitely. The love and affection which has been given by in the Indian community to me, and to my officials, I cannot describe in word. And I just request them to continue to give the same love, warmth and affection to my successor. ഹുറൂബ് കേസിൽപ്പെട്ടവരും ഇഖാമയുടെ കാലാവധി തീർന്നവരുമായ ഇന്ത്യക്കാരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകരെ സേവിക്കാൻ സാധിച്ചത് ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്നാണെന്നും കോൺസൽ ജനറൽ പറഞ്ഞു. So the Hajj remain always core to my heart, and there have been lots of, in fact, the policy changes which have been made by the government of Saudi Arabia in order to further facilitate the pilgrims. And we, as a complementing partner to the Kingdom of Saudi Arabia, as a strategic partner, we always felt that we should complement and support each other so that all the policies are implemented successfully for the welfare of the pilgrims. ഇന്ത്യക്കാരുടെ ക്ഷേമകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ സാധിച്ചു എന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയ അനുഭവമാണെന്നും മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. The best satisfying experience of Jeddah is that first of all I can contribute directly for the welfare of the Indian community. The consulate is located at a place where any Indian community can come to the consulate at any point of the time. So that was one thing. So it give me an opportunity to directly serve the Indians. So that is itself is a highly satisfying experience. Secondly, we have seen an immense upward trajectory in the bilateral relationship between the two countries. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ കോൺസുലറായി ഉടൻ ജോയിൻ ചെയ്യും. കൈറോയിലും അബുദാബിയിലും സേവനം ചെയ്ത മുഹമ്മദ് ഷാഹിദ് ആലം 2016-18 കാലയളവിൽ ജിദ്ദയിൽ ഹജ്ജ് കോൺസുലായും സേവനം ചെയ്തിട്ടുണ്ട്. ജിദ്ദയിലെ പുതിയ കോൺസുൽ ജനറലായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഫഹദ് അഹമ്മദ് ഖാൻ സൂരി ഓഗസ്റ്റ് 11 ചുമതലയേൽക്കും. ക്യാമറമാൻ സാലി റുബിയോടൊപ്പം ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.